സാധാരണ എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. തുടക്കം ഒന്നുകിൽ ശബരിമലയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തൃശ്ശൂർ പൂരം സംബന്ധിയായ വാർത്ത നൽകേണ്ട ദിവസമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണല്ലേ. നമുക്ക് ഇത്തരമൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ദുരന്തത്തിനൊപ്പം, ആ സങ്കടത്തിനൊപ്പം ചേരുകയെ നമുക്കും നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ട്. പരിക്കേറ്റവർ എപ്പോഴും ചികിത്സയിലാണ്. പരിക്കേറ്റവർക്കൊക്കെ 70%-ലധികം പൊള്ളലേറ്റു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു കേരളം. പൂര വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ദുരന്തത്തിൽ മരണം 14ആയി. 20-ലധികം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. സ്ഥലത്ത് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തും. കടാവർ നായ്ക്കളെ എത്തിച്ച് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ തന്നെ അപകടസ്ഥലം സന്ദർശിക്കും. അപകടസ്ഥലത്ത് നിന്ന് സാനു കെ സജീവ്, ഒപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ, മിഥുനയ്യപ്പൻ എന്നിവർ ചേരും. ആദ്യം നമുക്ക് സാനു കെ സജീവിലേക്ക് പോകാം. സാനു ഉള്ളത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അപകട സ്ഥലത്താണ്. സ്ഥലം ഏറെ ഹൃദയഭേദകമായ സ്ഥലം കൂടിയാണ്. കാരണം സാനു 3/4 മണിക്കൂർ മുൻപ്, തലനാരിഴയ്ക്കാണ് സാനു അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാർത്താ സംഘം രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് മാധ്യമപ്രവർത്തകരായാലും അവിടെയുള്ള തൊഴിലാളികളായാലും ഒക്കെ തന്നെ ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. ഓരോരുത്തരുടെയും ജീവൻ അത്രയേറെ വിലപ്പെട്ടതാണ്. പക്ഷേ ഇന്നലെ സാനു 3/4 മണിക്കൂർ മുൻപ് വരെ കണ്ടവരാണ്. അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇന്ന് 14 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ മരണം 14 എന്ന് പറയുമ്പോൾ ആ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. പലർക്കും ഇപ്പോൾ പലരും എവിടെയാണ് എന്നറിയില്ല. പലരുടെയും ഫോണുകളിലേക്ക് അവരുടെ ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ആരെയും ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതി. എന്താണ് സാനു, ഇന്ന് തിരച്ചിൽ 6 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചിരുന്നത്. അവിടെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ടോ? കടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുള്ള പരിശോധനയിലേക്കാണ് ഇന്ന് കടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പറയൂ സാനു വിവരങ്ങൾ. രാഖി, അശ്വതി, എന്തായാലും ഇവിടെ പരിശോധന അല്പസമയത്തിനുള്ളിൽ തുടങ്ങും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ കടാവർ നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വൈദഗ്ധ്യമുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള നായ്ക്കളാണ്. ആ നായ്ക്കളെ അടക്കം ഈ ഒരു അപകടം നടന്നിട്ടുള്ള മുണ്ടത്തിക്കോടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അതിന് പരിശോധനയ്ക്ക് സജ്ജരായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയുണ്ട്, ജില്ലാ കളക്ടറുണ്ട്. അങ്ങനെ ജില്ലയുടെ തലവന്മാരെല്ലാം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അതേപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരും, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം ഇതിനോടകം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അശ്വതിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നമ്മളിവിടെ വന്ന് കണ്ട ആ മുഖങ്ങളിൽ പല മുഖങ്ങളും ഇന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവസാനമായിട്ടും ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ സന്തോഷം പങ്കിട്ട് പോയ പല മുഖങ്ങളും ഇന്നില്ല എന്നുള്ളത് ഏറെ വേദനയോടുകൂടിയാണ് എനിക്കിവിടെ നിന്ന് പറയാൻ സാധിക്കുക. കാരണം ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് പിന്നാലെ നമ്മളിവിടുന്ന് തിരികെ പോരുമ്പോൾ അവസാനം വിഷ്വൽ എടുക്കുന്ന സമയത്ത് പോലും ഒരു ആള്, അവിടെ പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു യുവാവ് നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുലിയാണ്, പുലിവേഷം കിട്ടുന്ന ആളാണ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹം മുകളിലേക്ക് പോയി, ആകാശത്തേക്ക് പോയി വർണ്ണവിസ്മയം തീർക്കുന്ന പടക്കങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ആളായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു അപകടം നടന്ന പ്രദേശത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം നഗരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ അടക്കം അദ്ദേഹം സന്ദർശനം ഇന്നലെ നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി അദ്ദേഹം ഇന്നലെ കേരളത്തിലേക്ക് എത്തുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഈ ഒരു അപകട സ്ഥലത്തേക്ക്, സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ അദ്ദേഹം കേരളത്തിലെത്തിയ സമയത്ത് മുതൽ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ, അവിടെ അപകടത്തിൽപ്പെട്ടവരെ കാണാൻ ആശുപത്രിയിലെത്തി സമയത്ത് മുതൽ മെഡിക്കൽ കോളേജിൽ അടക്കം കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരിശോധനയ്ക്ക് തയ്യാറായിട്ട് സജ്ജരായിട്ട് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സന്നദ്ധ നിൽക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ അപകടം നടന്ന പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. പോലീസുകാരുമായി, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയാണ്.
അല്പസമയത്തിനകം തന്നെ DGP അവിടെ എത്തും. സ്ഥലം വിശദമായി തന്നെ പരിശോധിക്കും. കടാവർ നായ്ക്കളെ എത്തിച്ച് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളുണ്ടോ, മൃതദേഹങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? കനത്ത ചൂട് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ? വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിലെല്ലാം ഇന്ന് തന്നെ ഒരു വ്യക്തത വരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ദാരുണകരമായൊരു സംഭവം. 14 പേരുടെ ജീവൻ നഷ്ടമായപ്പോഴും 40 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 5 പേരുടെ നില അതീവ ഗുരുതരമായി കാണുകയാണ്. ഒപ്പം 9 പേരുടെ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇവർ ആരാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. DNA പരിശോധന അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇവർ ആരെ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുകയുള്ളൂ. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കൂടി വരുന്ന കാഴ്ചകൾ, അവിടെ നിന്നുള്ള കൂട്ടക്കരച്ചിലുകൾ, നിലവിളികൾ, അത് താങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ ആകെ വിവരങ്ങളിച്ച് നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ, അതായത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരിൽ തീർത്തും സാധാരണക്കാരാണ് ആ അപകടത്തിൽപ്പെട്ടവർ മുഴുവൻ. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം ഒരുപക്ഷെ ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ജോലി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ഈ ജോലിയിലേക്ക് പോവുക. വളരെ തുച്ഛമായ തുകയ്ക്ക് വേണ്ടി അവർ അവിടെ ജോലിക്ക് എത്തുന്നവരാണ്, ദിവസവേതനക്കാർ. പക്ഷേ ഒടുവിൽ അവരുടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് ആ ജോലി ചെയ്യുന്നത് തീർച്ചയായും. പക്ഷേ ഒടുവിൽ ആ ജീവനുകൾ പൊലിയുന്നു. പലരും അതീവ ഗുരുതരാവസ്ഥയിൽ 70% പൊള്ളലേറ്റ് ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ ഇന്നലെ ഈ അപകടം നടന്നിരുന്നില്ല എങ്കിൽ ഇന്ന് ഇതേ സമയം അവര് പ്രഭാത ഭക്ഷണമൊക്കെ ആയി ആ സ്ഥലത്തെത്തി എല്ലാവരും ഒത്തൊരുമിച്ച്. അവിടെ ഉണ്ടായിരുന്ന കടക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു 35 ചായ പറഞ്ഞിരുന്നു, 40. അങ്ങനെയാണ് ആദ്യ ഘട്ടത്തിൽ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലും ഒരു സൂചന ലഭിച്ചത്. എത്ര പേർ ആ അപകടത്തിൽ പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചായ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ ഭക്ഷണം പറഞ്ഞിരുന്ന കണക്ക് ഒക്കെ നോക്കിയാണ് ഇത്ര പേർ ആ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലും ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക്. എനിക്കിപ്പോഴും ആശങ്ക ആ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളാണ്. ഒരുപക്ഷെ പുറ്റിങ്ങൽ ദുരന്തത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. അത്ര ഭീകരമല്ലെങ്കിലും അതുപോലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾക്കുള്ള തിരച്ചിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഈ പുറ്റിങ്ങൽ ദുരന്തം സംഭവിച്ചപ്പോൾ എൻ്റെ നാട്ടിലാണ് അത് സംഭവിച്ചത്. ആ സമയത്തൊക്കെ ഈ കിണറിനുള്ളിൽ നിന്ന് വരെ മാസങ്ങൾക്ക് ശേഷം ഈ ചിന്നിച്ചിതറിയ കാലുകളും കൈവിരലുകളും മൃതദേഹ ഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. അത് വളരെയധികം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരുടെ ശരീരമാണെന്നറിയില്ല, ആരുടെ കൈകളാണെന്നറിയില്ല, ആരുടെ കാലുകളാണെന്നറിയത്തില്ല. തിരിച്ചറിയാനാകാത്ത 9 ശരീരഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇനിയും കണ്ടെത്താനുള്ള എത്രയോ ശരീരഭാഗങ്ങൾ. ഇന്നും പതിവ് പോലെ അവർ അവിടെ എത്തേണ്ടവരായിരുന്നു. സന്തോഷത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടവരായിരുന്നു. രാഖി പറഞ്ഞ പോലെ അടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കേണ്ടവരായിരുന്നു. അങ്ങനെ ഒത്തൊരുമിച്ചൊക്കെ വർത്തമാനം പറഞ്ഞ് തങ്ങളുടെ ആ ഒരു തൃശ്ശൂർ പൂരം കൂടുതൽ കളറാക്കാൻ, നമുക്കൊക്കെ വർണ്ണ കാഴ്ചകൾ സമ്മാനിക്കാൻ അഹോരാത്രം പണിയെടുത്ത സാധാരണക്കാരായ തുച്ഛമായ കൂലി ലഭിക്കുന്ന പ്രിയപ്പെട്ട 14 പേരെയാണ് നഷ്ടമായത്. ഈ മരണസംഖ്യ ഉയരുമെന്നുള്ള അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്ന് അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം. രാവിലെയും ഈ ഒരു പുക അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. നമ്മൾ നേരത്തെ PCR നിന്നും കാണിച്ച ആകാശ ദൃശ്യങ്ങൾ കണ്ടാൽ എത്രത്തോളം ഭയാനകമാണ് അവിടെ നിന്നും ഉയരുന്ന ആ പുക, അല്ലെങ്കിൽ കരിമ്പുക എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ആശുപത്രിയിലേക്ക് കൂടി ഒന്ന് പോയാൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. തൃശ്ശൂരിൽ 14 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. 5 പേർക്ക് ഗുരുതര പരിക്കേറ്റു. 70%-ലധികം പൊള്ളലേറ്റവർ ഇപ്പോഴുമുണ്ട്. ഇനിയും കണ്ടെത്താനാകാത്ത, തിരിച്ചറിയാനാകാത്ത ചിന്നിച്ചിതറിയ 9 ശരീരഭാഗങ്ങളുണ്ട്. ഇപ്പോഴും ഇന്ന് കടാവർ നായ്ക്കളെ എത്തിച്ച് തിരച്ചിൽ പുരോഗമിപ്പിക്കും. എന്തായാലും നമുക്കിപ്പോൾ ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോകണം. അവിടെ എന്താകും അവസ്ഥ? അവിടെ നിന്നും അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും ചേരുന്നുണ്ട്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്കാണ്. അരുൺ, 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 70%-ലേറെ പൊള്ളലേറ്റവരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. സ്ഥിതി ഭയാനകമാണ്, അറിയാം. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടേക്ക് എത്തി. ആ ദൃശ്യം നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ?
തീർച്ചയായും ഉൾക്കൊള്ളാവുന്നതിലധികമുള്ള ഒരു വേദന തിങ്ങി നിറയുന്ന ഒരിടമായി ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മാറുകയാണ്. കാരണം നമുക്കറിയാം, തൃശ്ശൂർ പൂരം എന്നത് അത് ഈ നാടിൻ്റെ വലിയൊരു ദേശീയോത്സവമാണ്. അതിനായുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആശുപത്രിയിലേക്ക് എത്തിയത്. അതിൽ കൃത്യമായി തന്നെ അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിലവിൽ ഉള്ളത് 11 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഇതിൽ 5 പേരുടെ നിലയാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 6 പേരുടെ നില തൃപ്തികരമാണ് എന്നുള്ള ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി നമുക്ക് ഈ ഒരു മണിക്കൂറിൽ പങ്കുവെക്കാൻ കഴിയുന്നു. അതിൽ 3 പേരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രിയോടെ ഇവിടെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ആശയക്കുഴപ്പം നിലവിൽ ഉള്ളത് 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ 2 മൃതദേഹങ്ങളും DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് പറഞ്ഞത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടികളും അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രി കൂടി ഇവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയിലാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. നിലവിൽ അത്തരത്തിൽ ഒരു എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ നൽകും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്, അതോടൊപ്പം തന്നെ എറണാകുളം, കോട്ടയം ഈ 3 മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ കൂടി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കൃത്യമായി തന്നെ അവർക്ക് വേണ്ട നടപടിക്രമങ്ങളിലേക്ക് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഡോക്ടർമാരുടെ അടക്കം കൃത്യമായി എണ്ണത്തിനടക്കമുള്ള ഡോക്ടർമാർ ഇവിടെയുണ്ട്. എല്ലാവിധ ചികിത്സയും ഉറപ്പാക്കുമെന്ന ഉള്ള കാര്യമാണ് ഇവർ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആശങ്കയുണ്ടാക്കിയിരുന്നത് ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യസ്ഥിതി തന്നെയായിരുന്നു ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നത്. എന്തായാലും 6 പേരുടെ നില തൃപ്തികരമാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അല്ലെങ്കിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അതെന്തായാലും ആശങ്കയുണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നൽകുന്നത്. എന്തായാലും ഈ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് നിലവിൽ ഇപ്പോൾ ഇനി ഇവിടെ നടക്കേണ്ടത്. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. അതിനുശേഷം തുടർ നടപടികൾക്ക് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പാലക്കാട്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, കോട്ടയം ഈ 3 മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരും ഇവിടേക്ക് എത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് വിദഗ്ധമായ ചികിത്സകൾ നൽകാനുള്ള ഒരു നടപടികളിലേക്ക് പോകുന്നു. 2 പേരുടെ നിലയാണ് ഏറ്റവും പ്രധാനമായി ആശങ്കയുണ്ടാക്കുന്നത്. അതിൽ 2 പേരും വെന്റിലേറ്ററിലാണ്. 5 പേർക്കാണ് ഈ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അവരും ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനിലയിലും ഒരു വലിയ ആശങ്കയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും DNA പരിശോധന ഒരു പരിശോധനയാണ് ഇനി നടത്താനുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുന്നു. എന്തായാലും ഇന്ന് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ DNA പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹി, നമുക്ക് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോകാം. തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമാക്കാനുള്ള നീക്കം ഉണ്ട്. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊള്ളും. മന്ത്രിസഭായോഗത്തിന് ശേഷം നാളെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും യോഗം വിളിക്കും. നാളെ രാവിലെ 10:30-ക്കാണ് യോഗം. ഈ ഒരു അപകടത്തിന്റെ സാഹചര്യത്തിലാണ് തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമാക്കാനുള്ളൊരു നീക്കം നടക്കുക. രാഖി, അതുപോലെ തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 11 പേരാണ് ചികിത്സയിൽ ഉള്ളത്. അതിൽ 5 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അതിൽ 6 പേരുടെ നില തൃപ്തികരമാണ് എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഒപ്പം തന്നെ 3 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. 5 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 2 പേരുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിലാണ് ഒരു അവ്യക്തത ഉള്ളത്. അവരെ തിരിച്ചറിയുന്നതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളതാണ് അരുൺ റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഈ 2 മൃതദേഹങ്ങളുടെയും DNA പരിശോധന നടത്തും. എന്തായാലും പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്.